ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പുതിയ ചാപ്റ്ററാണ് തിയറി ഓഫ് പ്രോബബിലിറ്റി. തിയറി ഓഫ് പ്രോബബിലിറ്റി, അതിൻ്റെ മീനിങ്ങും അതേപോലെ തന്നെ അതിൽ കുറേ ടേംസ് ഉണ്ട്. പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 10-15ഓളം ടേംസ് നമുക്കതിലുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 4 ടേംസും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പ്രോബബിലിറ്റി, വാട്ട് ഈസ് പ്രോബബിലിറ്റി നമുക്കറിയാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് probability. Probability simply means the chances of occurrence or happening of a particular event. ഒരു ഇവൻ്റ് സംഭവിക്കാനുള്ള സാധ്യത അല്ലെ, ഒരു ഹാപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റിക്കാണ് നമ്മൾ സാധാരണ കേസ് എന്താ ചെയ്യുക, പ്രോബബിലിറ്റി എന്ന ടേം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദി പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇവൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി numerical value given to the likelihood of occurrence of an event. Here the numerical value assigned to the happening of a particular event is likelihood occurrence of a particular event is termed as the probability. Okay, it is a number. നമുക്കറിയാം, നമ്മൾ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറിക്കലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. It is a number lying between 0 and 1. Okay, 0 for an event which means that event cannot occur. Okay, ഇപ്പോൾ പ്രോബബിലിറ്റി പി ആണ് റെപ്രസെൻ്റ് നമ്മൾ ചെയ്യുക. പി ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി is 0, then that means that event will not occur. Or probability is 1. If the value of probability is 1, that means that will occur. That means the certainty, sure to occur that particular event. If an event is uncertain, the happening of a particular event is uncertain, that means we cannot predict in advance the what will happen, but any of the outcome will occur or any of the event will occur. Then in such cases the probability will lies in between 0 and 1. അല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് ഹാപ്പൺ ചെയ്യുമെന്ന് നമുക്കറിയാം, പക്ഷേ ഏതാണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാൻ പറ്റില്ല. ദെൻ ആ കേസ് നമ്മൾ എന്ത് ചെയ്യും, the possibility of a happening of an event is assigned using numerical terms that lies in between 0 and 1. ആ കേസ് എന്ത് ചെയ്യും, പ്രോബബിലിറ്റി 0യ്ക്കും 1നും ഇടയിൽ ആയിരിക്കും. അത് അൺസർട്ടൻ ഇവൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സപ്പോസ് ടോസിങ് ഓഫ് എ കോയിൻ, അല്ലെ, ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം എന്താണ്, 2 ഔട്ട്കമാണ് സാധാരണ ഉണ്ടാവുക അല്ലേ. ഒരു കോയിൻ ടോസ് കഴിഞ്ഞാൽ 2 ഔട്ട്കംസ് ആണ് മാക്സിമം ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു ഔട്ട്കം, അല്ല, ഒന്ന് ഐദർ ഹെഡ് ഓർ ടെയിൽ. ഒന്നെങ്കിൽ നമുക്ക് ഹെഡ് കിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ടെയിൽ കിട്ടും. ഓക്കെ, ദെൻ സോ the probability lies in between 0 and 1. We can predict the occurrence of the head with the 50% confidence only. അല്ലേ, നമുക്കറിയാം ഇപ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത അല്ലേ, only 50%. ഹെഡ് കിട്ടാനുള്ള സാധ്യത 50% ഉള്ളൂ. അതുപോലെ ടെയിൽ എന്താണ്, 50%. Therefore we can assign the numerical value as 1/2. Probability of getting head is 1/2 and probability of getting tail is 1/2. നമുക്ക് പ്രോബബിലിറ്റി എന്ത് ചെയ്യാം, 0.5 ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഓർ ചാൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമുക്കെന്ത് പറയുക, പ്രോബബിലിറ്റി എന്ന് പറയുക. Therefore probability is defined as the event may be defined as the numerical value given to the likelihood occurrence or happening of a particular event. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുക. ഓർ ടോസിങ് ഓഫ് എ കോയിൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ത്രോവിങ് എ ഡൈ. നമ്മളൊരു ഡൈ ത്രോ ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം 6 മുഖങ്ങളാണുള്ളത് അതിന്, അല്ലെ, 6 വശങ്ങളാണുള്ളത്. 1 to 6 നമ്പേർഡ്, 1 to 6, 1 മുതൽ 6 വരെ നമ്പറുള്ള 6 ഫേസസ് ആണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അല്ലേ, നമുക്കതാണ് 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ നമുക്കതിൽ ലഭിക്കും അല്ലേ. നമുക്ക് therefore the probability of getting 1, അല്ലേ, probability of getting 1 is equal to 1/6 അല്ലേ. 6 ഔട്ട്കംസ് ആണ് അതിലുള്ളത്. അതെന്ത് ചെയ്യുക, ഓരോന്ന് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, 1/6 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി നമുക്കതിൽ ഓരോ ടേംസ് നോക്കാം. നമുക്കതിൽ ഫസ്റ്റ് ടേം പറയുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റ്. വാട്ട് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്? ഹിയർ an experiment that has
2 or more outcomes which vary in an unpredictable manner from trial to trial when conducted under uniform condition is called random experiment. Okay, a random experiment means an experiment that has 2 or more outcomes. അല്ലേ, രണ്ടോ അതിലധികമോ ഔട്ട്കംസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ ടോസിങ് ഓഫ് എ കോയിൻ, ഇറ്റ് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ടോസിങ് ഓഫ് എ കോയിൻ ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇറ്റ് ഹാസ് 2 ഔട്ട്കംസ്, അല്ലേ, അതിന് 2 ഔട്ട്കംസ് ഉണ്ട്, അല്ലേ, ഹെഡ് ആൻഡ് ടെയിൽ, 2 ഔട്ട്കംസ് ആണുള്ളത്. അതേപോലെ എന്താണ് ത്രോവിങ് എ ഡൈ, ഇറ്റ് ഈസ് ആൻ അനദർ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, അതിൻ്റെ ഔട്ട്കംസ് ഇതാണ്. അതിന് 6 ഔട്ട്കംസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു ഔട്ട്കംസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഹാപ്പൺ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് 2 or more outcomes which vary in an unpredictable manner. അല്ലേ, നമുക്കറിയാം ഒരു ഡൈ ത്രോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആ എക്സ്പെരിമെൻറ്റ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ തവണയും അതിൻ്റെ ഔട്ട്കം എന്ത് ചെയ്യും, മാറാനുള്ള സാധ്യതയുണ്ട്, അല്ലേ. ഫസ്റ്റ് ടൈം നമുക്കിപ്പോൾ 2 കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടൈമിൽ 2 ആവണമെന്നില്ല, ചിലപ്പോൾ അത് 6 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക 4 ആവാം, അല്ലേ. ദാറ്റ് വിൽ വേരി ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ ഫ്രം ട്രയൽ ടു ട്രയൽ. നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ട്രയൽ മീൻസ് ഫസ്റ്റ് ട്രയൽ, അത് രണ്ടാമത് വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുന്നത്, അതിന് ട്രയൽ ടു ട്രയൽ. ദെൻ ദാറ്റ് ഔട്ട്കം മേ ഡിഫറൻറ്റ് ഓർ വേരി. ദെൻ സച്ച് എ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഈസ് നോൺ ആസ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. അത് ആ രീതിയിൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്ന രീതിയിൽ മീനിങ് പഠിച്ചു. മീനിങ്ങും അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന രീതിയിൽ അത് ഓർമ്മിച്ച് വെക്കുക. റാൻഡം എക്സ്പെരിമെൻറ്റ് മീൻസ് ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ് 2 or more outcomes which vary in an unpredictable manner from trial to trial when conducted under uniform conditions is called a random experiment. Okay, uniform condition means without bias. Okay, and in a random experiment all the possible outcomes are known in advance, but none of the outcomes can be predicted with certainty. അല്ലേ, നമുക്കറിയാം ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമുക്കെന്തറിയാം, ഓൾ പോസിബിൾ ഔട്ട്കംസ് നമുക്ക് മുൻകൂട്ടി അറിയാം, അല്ലേ. ഏതെങ്കിലും ഒന്നാവാനുള്ള സാധ്യത. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് നമുക്കറിയാം, അല്ലേ. ഒന്ന് ഹെഡ് അല്ലെങ്കിൽ എന്താവും, ടെയിലാവും. പക്ഷേ സെർട്ടനിറ്റി ആയിട്ട് നമുക്ക് ഏതാണെന്ന് പറയില്ല, ഔട്ട്കം നമുക്ക് നൺ ഓഫ് ദി ഔട്ട്കംസ് ക്യാൻ ബി പ്രെഡിക്റ്റഡ് വിത്ത് സെർട്ടനിറ്റി. സെർട്ടനായിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റില്ല, ഏത് ഔട്ട്കം ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സച്ച് എ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഈസ് നോൺ ആസ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇനി നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടോസിങ് ഓഫ് എ കോയിനും അതേപോലെ തന്നെ ത്രോവിങ് എ ഡൈയും. ഓക്കെ, ഇനി അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാം. ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ എക്സ്പെരിമെൻറ്റ് ആസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ദെയർ. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് മോർ ദാൻ 1 outcome ആൻഡ് ദ ഔട്ട്കംസ് ആർ അൺപ്രെഡിക്റ്റബിൾ ആൻഡ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റബിൾ. ഓക്കെ, അതിലധികം ഔട്ട്കംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്കംസ് അൺപ്രെഡിക്റ്റബിൾ ആണ്, അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് ഓർമ്മിച്ച് വെക്കുക, എക്സാമ്പിളും. അതിൻ്റെ രണ്ടാമത്തെ പോയിൻറ്റ്സ് നോക്കാം. സാമ്പിൾ പോയിൻറ്റ്. എവരി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ സാമ്പിൾ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെയും ഔട്ട്കത്തിനാണെന്ന് പറയുന്നത് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ ടോസിങ് ഓഫ് എ കോയിൻ, അല്ലേ, ടോസിങ് ഓഫ് എ കോയിൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോസിങ് ഓഫ് എ കോയിൻ്റെ കേസ് എന്താണ്, ഹെഡ് ഈസ് എ സാമ്പിൾ പോയിൻറ്റ്. ഓക്കെ, ഹെഡ് ഈസ് എ സാമ്പിൾ പോയിൻറ്റ് ആൻഡ് ടെയിൽ ഈസ് എ അനദർ സാമ്പിൾ പോയിൻറ്റ്. ഓക്കെ, ഇനി ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാലോ, അല്ലേ, ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ പോയിൻറ്റ് നമുക്ക് എന്ത് പറയാം, ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 1 is 1 സാമ്പിൾ പോയിൻറ്റ്, സെക്കൻഡ് ഈസ് അനദർ സാമ്പിൾ പോയിൻറ്റ്, 3 is അനദർ, 4 is another, 5 is another sample point and 6 is another sample point. Okay, അപ്പോൾ every indecomposable outcome of a random experiment is called as the every indecomposable outcome, അല്ലേ. 1 is a sample point, 2 is another sample point, 3 is another sample point, 4 is another, 5 is another sample point and 6 is another sample point. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. ഓക്കെ, ടോട്ടൽ നമ്മൾ വേറെ സാമ്പിൾ സ്പേസ് ആയിട്ട് പറയും. ഇപ്പോൾ സാമ്പിൾ പോയിൻറ്റ് ഓരോ ഇൻഡിവിജ്വൽ ഔട്ട്കത്തിനാണെന്ന് പറയുന്നത് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയോ. രണ്ടാമത്തെ എക്സാമ്പിൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയും, വെൻ 2 dice ആർ ത്രോൺ ഗെറ്റിംഗ് 2, 3 ഈസ് എ സാമ്പിൾ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡൈ ത്രോ ചെയ്യുകയാണ്. 2 ഡൈ ത്രോ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, അപ്പോൾ ഫസ്റ്റ് ഡൈയിൽ ഇത് 2ഉം നമ്പർ 2ഉം, രണ്ടാമത്തെ ഡൈയിൽ 3യും, ഇതിനുള്ള പോസിബിലിറ്റി. ഓക്കെ,
അപ്പോൾ 36 പോസിബിലിറ്റി അവിടെയുണ്ട്. ഒരു 2 ഡൈ ഒരേ സമയത്ത് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36ഓളം എന്തുണ്ട് ഔട്ട്കംസ് നമുക്ക് അതിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓരോന്നിനാണ് എന്ത് പറയുന്നത് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അനദർ സാമ്പിൾ പോയിൻ്റ് നമുക്ക് പറഞ്ഞു നോക്കാം എന്താണ്. ഇപ്പോൾ ഫസ്റ്റിൽ 4ഉം രണ്ടാമത്തെ ഡൈയിൽ 6ഉം 4 6 ഇസ് ദി അനദർ സാമ്പിൾ പോയിൻ്റ്. ഓക്കെ. ആൻഡ് അപ്പോൾ ഓരോ ഔട്ട്കത്തിനാണെന്ന് പറയുന്നത് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ ഔട്ട്കത്തിനാണെന്ന് പറയുക സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ സാമ്പിൾ സ്പേസ്. ദ സാമ്പിൾ സ്പേസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ് ഇസ് ദി സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദി സാമ്പിൾ പോയിൻറ്റ്സ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ. അതായത് എന്താ പറയുക സെറ്റ് നമ്മൾ ടോട്ടൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ പോയിൻറ്റിൻ്റെ ടോട്ടൽ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ്. ഇപ്പോൾ എന്ത് ചെയ്യുക ഫോർ എക്സാമ്പിൾ നോക്കിയേ. വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് ദ സാമ്പിൾ സ്പേസ് ഈസ് ഹെഡ് ടെയിൽ. അല്ലാതെ 2 ഔട്ട്കംസ്. ഒന്ന് ഹെഡ് ഈസ് എ സാമ്പിൾ പോയിൻറ്റ്, ടെയിൽ ഈസ് അനദർ സാമ്പിൾ പോയിൻറ്റ്. ഇപ്പോൾ എന്ത് പറയാം ഹെഡ് ആൻഡ് ടെയിൽ. ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി 2 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാലോ 2 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം ഇതാണ് അതിൻ്റെ സാമ്പിൾ പോയിൻ്റ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. 2 കോയിൻ സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എന്താ 2 ഹെഡ് ആവാം, ദെൻ ആദ്യത്തെ ഹെഡ് രണ്ടാമത്തെ ടെയിൽ, ദെൻ ആദ്യത്തെ ടെയിൽ രണ്ടാമത്തേത് ഹെഡ്, ദെൻ 2ഉം ടെയിൽ. ഈ 4 എണ്ണമാണ് അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് പറയുന്നത്. അപ്പോൾ ഈ 4 പോസിബിൾ ഔട്ട്കംസിന് ടോട്ടൽ ഗ്രൂപ്പിനാണെന്ന് പറയുന്നത് ടോട്ടൽ സെറ്റിനാണെന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അത് ഓരോന്നും ഓരോ സാമ്പിൾ പോയിൻ്റ് ആണ് അല്ലേ. ഓരോ ഔട്ട്കത്തിന് നമ്മൾ എന്ത് പറയുന്നുണ്ട് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓരോ ഔട്ട്കത്തിന് നമ്മൾ സാമ്പിൾ പോയിൻ്റ് പറയും. ദിസ് ഈസ് സാമ്പിൾ പോയിൻ്റ്, ദിസ് ഈസ് അനദർ വൺ, ദിസ് ഈസ് അനദർ സാമ്പിൾ പോയിൻ്റ്, ദിസ് ആണ് സാമ്പിൾ പോയിൻ്റ്, ദെൻ ദിസ് സം ടോട്ടൽ അല്ലെ സെറ്റ് ഓഫ് ദിസ് ഓൾ സാമ്പിൾ പോയിൻറ്റ്സ് ഈസ് നോൺ ആസ് ദി ഔട്ട്കം ഈസ് നോൺ ആസ് ദി സാമ്പിൾ സ്പേസ്. ഓക്കെ. അപ്പോൾ അതിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് വായിച്ച് നോക്കാം അല്ലെങ്കിൽ നോട്ട്സ് എഴുതാം. ദെൻ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്. എ ബോക്സ് കണ്ടെയ്ൻ 10 ടിക്കറ്റ്സ് നമ്പേർഡ് 1 to 10. എ ടിക്കറ്റ് ഈസ് ഡ്രോൺ. വാട്ട് ഈസ് ദി സാമ്പിൾ സ്പേസ്. നമുക്ക് എന്താ പറയാം അതിൻ്റെ ഒരു സാമ്പിൾ സ്പേസ്. ഒരു ബോക്സിൽ 10 ടിക്കറ്റ്സ് ഉണ്ട്. അതിൽ 1 മുതൽ 10 വരെ എഴുതിയിട്ടുണ്ട്, നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നമ്പർ നമ്മൾ എന്ത് ചെയ്യുക എടുക്കുകയാണ് അല്ലേ, ഡ്രോ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയാണ് അല്ലേ. 1 മുതൽ 10 വരെയാണ്. ഏതും ആവാം അല്ലേ. ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന നമ്പർ ഏതും ആവാം. 1 മുതൽ 10 വരെയുള്ള നമ്പറിൽ ഏത് നമ്പറും ആവാം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക ഓരോന്നും ഓരോ സാമ്പിൾ പോയിൻ്റ് ആണ് അല്ലേ, സാമ്പിൾ പോയിൻ്റ് ആണ്. ദെൻ അപ്പോൾ എന്താ പറയുക ആ ഗ്രൂപ്പിനാണ് എന്ത് പറയുന്നത് അതുകൊണ്ട് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അല്ലേ. ഗ്രൂപ്പ് 1 2 മുതൽ 10 വരെയുള്ള ആ ഗ്രൂപ്പിനാണ് എന്താ പറയുക സാമ്പിൾ പോയിൻ്റ് എന്ന്. ഇപ്പോൾ ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാലോ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്. ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് ഏതാണ് 1 അല്ലേ, 2 3 4 5 6 അല്ലേ. ഈ സെറ്റിനാണെന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ. സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദി സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഓക്കെ. ഇനി അതിൻ്റെ അനദർ എക്സാമ്പിൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തുറന്ന് നോക്കിയും. ഫ്രം എ ലോട്ട് കണ്ടെയ്നിങ് ഗുഡ് ആൻഡ് ബാഡ് ഐറ്റംസ്. ഓക്കെ. ഫ്രം എ ലോട്ട് കണ്ടെയ്നിങ് ഗുഡ് ആൻഡ് ബാഡ് ഐറ്റംസ് 3 items ആർ ചൂസൺ. പ്രിപ്പയർ ദ സാമ്പിൾ സ്പേസ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ ഗുഡും ബാഡുമുള്ള ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുക 3 ഐറ്റം ചൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയായിരിക്കും. ഓക്കെ. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നോക്കാം. 3 ഐറ്റംസാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഗുഡിനെ ജി കൊണ്ടും ഓക്കെ ബാഡിനെ ബി കൊണ്ടുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ പോസിബിൾ സാമ്പിൾ പോയിൻ്റ് എന്തൊക്കെയാവാം, ഔട്ട്കംസ് എന്തൊക്കെയാവാം അല്ലേ. ഓരോന്ന് ഇൻഡിവിജ്വലി നമ്മൾ അതിൻ്റെ സാമ്പിൾ പോയിൻ്റ് എന്നും ടോട്ടൽ ഔട്ട്കത്തിൻ്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് പറയുക സാമ്പിൾ സ്പേസ് എന്ന് പറയും. അപ്പോൾ ഇത് ഒന്ന് സാമ്പിൾ സ്പേസ് എന്തൊക്കെയാവാം, സാമ്പിൾ പോയിൻറ്റ്സ് എന്തൊക്കെയാവാം. ഇത് ജി 3 ഗുഡ് ആവാം. ആദ്യത്തെ 2 ഗുഡ്, രണ്ടാമത്തേത് ബാഡ്, ദെൻ ആദ്യത്തെ ഗുഡ്, രണ്ടാമത്തെ ബാഡ്, മൂന്നാമത്തേത് ഗുഡ് അല്ലേ. ആദ്യത്തെ ബാഡ്, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുഡ്, ദെൻ ആദ്യത്തെ ഗുഡ്, രണ്ടാമത്തെ മൂന്നാമത്തെ ബാഡ്, ദെൻ ബി ആവാം, ദെൻ ബാഡ് ഗുഡ് ആവാം, 3ഉം ബാഡാവാം അല്ലെ. ഇത്രയും പോസിബിലിറ്റിയാണ് അതിനുള്ളത്.
ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, ഓരോന്നും ഇൻഡിവിജ്വലായിട്ടാണ് സാമ്പിൾ പോയിൻറ്റും. അപ്പോൾ ഈ ടോട്ടൽ ഗ്രൂപ്പിന് ഇതിൻ്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സാമ്പിൾ സ്പേസ് എന്നും പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈം കൂടെ നോക്കാം. ലാസ്റ്റ് വൺ, ഈ വീഡിയോയിലെ അവസാനത്തെയാണ് ഇവൻറ്റ്. വാട്ട് ഈസ് ഇവൻറ്റ്? ആൻ ഇവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ആൻ ഇവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പത്തെ കേസ് എന്താ പറഞ്ഞത്? 1 മിനിറ്റ്, തൊട്ട് മുമ്പത്തെ കേസ് പറഞ്ഞത് അല്ലേ? ഇറ്റ് ഈസ് എ സാമ്പിൾ സ്പേസ്. നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെ. അല്ല, ഈ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനാണെന്ന് പറയുന്നത്, ഇവൻറ്റ് എന്ന് പറയുന്നത്. നോക്കാം, ഇവിടെ നമ്മൾ ഇതിൽ പറഞ്ഞതാണ് ഇത് സാമ്പിൾ സ്പേസ് ആണ്. ഒരു ബോക്സിൽ നിന്നും 1 മുതൽ 10 വരെ നമ്പർ എഴുതിയ ഒരു ബോക്സിൽ നിന്നും അല്ലേ, അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരെണ്ണം നമ്മൾ ലോട്ടായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സാമ്പിൾ പോയിൻ്റ് 1 മുതൽ 10 വരെയുള്ള ഏത് ഐറ്റംസ് ആവാം അല്ലേ, ആ ഗ്രൂപ്പിലാണെന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് പറയുക, സാമ്പിൾ സ്പേസ് അല്ലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഐറ്റംസ് വിച്ച് ഈസ് ലെസ് ദാൻ 5 ഓർ ലെസ് ദാൻ 5. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുകയാണ്, അതിനൊരു സബ്സെറ്റ് ആക്കിയാണ്. 5 ഓർ ലെസ് ദാൻ 5 ആണെങ്കിൽ, ലെസ് ദാൻ 5 ആണെങ്കിൽ, അല്ല 1 മുതൽ 10 വരെ എഴുതിയതിൽ നമ്പർ ലെസ് ദാൻ 5 ആണെങ്കിൽ 1, 2, 3, 4. ഓക്കെ, ഇതിലേതെങ്കിലും ആവും എന്ന് പറയുക പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയാണ്. അതിൻ്റെ സബ്സെറ്റ് മാത്രമാണ് എന്ന് പറയുക 1 മുതൽ 4 വരെയുള്ള ഐറ്റംസ് എന്ന് പറയുക. ഇനി മോർ ദാൻ 8 ആണെങ്കിലോ, 9ഉം 10ഉം ആണ്. അപ്പോൾ 9ഉം 10ഉം ഒരു സബ്സെറ്റായി. ദാറ്റ് ഈസ് ഇവൻറ്റ്. ഓക്കെ, എക്സാമ്പിൾ, വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ് ഗെറ്റിംഗ് 2 ഹെഡ്സ് ഈസ് ആൻ ഇവൻറ്റ്. ഓക്കെ, 2 ഹെഡ്, 2 കോയിൻ ഒരേ സമയത്ത് ടോസ് ചെയ്തു, 2 വെച്ച്, ആദ്യത്തെ ഹെഡ് രണ്ടാമത്തെ ഹെഡ്. ഓക്കെ, ദിസ് ഈസ് എ ഇവൻറ്റ്. ഓക്കെ, ആൻഡ് ഓൾ ഇവൻറ്റ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ഒന്ന് ഇവൻറ്റ് 2 ഒന്ന് സിമ്പിൾ ഇവൻറ്റും ആവാം, രണ്ടാമത്തെ എന്താണ്, കോമ്പൗണ്ട് ഇവൻ്റ് ആവാം. ആൻ ഇവൻറ്റ് ഈസ് സെഡ് ടു ബി സിമ്പിൾ if it is corresponding to a single elementary outcome of an experiment. For example, when a die is thrown, getting 2 is a simple event. Okay, അതായതെങ്കിലും വിത്തൗട്ട് എനി കണ്ടീഷൻ അല്ലേ, ഇറ്റ് ഈസ് സിംഗിൾ എലമെൻ്ററി ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഇസ് നോൺ ആസ് എ സിമ്പിൾ ഇവൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഇതാണ്, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ, എക്സാമ്പിൾ 2 കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 2 കിട്ടാനുള്ള പോസിബിലിറ്റി അല്ലേ, ദാറ്റ് ഈസ് എ സിമ്പിൾ ഇവൻറ്റ്. ഓക്കെ, ഇനി ദ ജോയിൻറ്റ് ഒക്കറൻസ് ഓഫ് 2 or more സിമ്പിൾ ഇവൻറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ഇവൻറ്റ്. ജോയിൻറ്റ് ഒക്കറൻസ് ഓഫ് 2 or more സിമ്പിൾ ഇവൻറ്റ് ഈസ് നോൺ ആസ് ദി കോമ്പൗണ്ട് ഇവൻറ്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കിയേ, വെൻ എ ഡൈ ഈസ് ത്രോൺ ഗെറ്റിംഗ് എ നമ്പർ is a compound because even when a die is thrown, 1 minute, അതിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് when a die is thrown getting an even number is a compound event because even number can be അല്ലേ, ഒരു ഡൈ ത്രോ ചെയ്ത് നമുക്കറിയാം, പിന്നെ അതിൽ ഇവൻ നമ്പർ എന്ന് 2ഉം 4ഉം 6ഉം ആണ്. ഓക്കെ, അല്ല എനി നമ്പർ വിച്ച് ഈസ് എ ഇവൻ നമ്പർ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വന്നു അല്ലേ, അങ്ങനെയുള്ള പിന്നെ ജോയിൻ്റ് ഒരു നമ്പർ, അതിൽ ഒരു നമ്പർ അതോടൊപ്പം എന്ത് ചെയ്യണം, ഇവൻ നമ്പറും ആയിരിക്കണം. ജോയിൻ്റ് ഒക്കറൻസ് ഓഫ് എ 2 സിമ്പിൾ ഇവൻറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ഇവൻറ്റ് അല്ലേ. നമ്മൾ ഗെറ്റിംഗ് എ നമ്പർ അല്ലെ ഗെറ്റിംഗ് നമ്പർ 2 ഈസ് എ സിമ്പിൾ ഇവൻറ്റ് അല്ലേ, സിംഗിൾ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റാണ്, 2 മാത്രമേ ഉള്ളത് അല്ലേ, അപ്പോൾ 1/6 വരും. ഇനി ഗെറ്റിംഗ് ആൻ ഇവൻ നമ്പർ എന്ന് എന്താണ്, അപ്പോൾ എന്ത് ചെയ്യണം, അതൊരു ഇവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇവൻ നമ്പർ ഏതാണ്, ഇവൻ നമ്പർ എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഏതും ആവാം അല്ല, ഏത് പറഞ്ഞല്ലോ, 2, 4, 6, 2, 4 ഗെറ്റിംഗ് ആൻ ഇവൻ നമ്പർ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇവൻ നമ്പർ അല്ലേ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമ്മൾ എന്ത് പറയും, ഇവൻ നമ്പർ എന്ന് പറയും അല്ല. ഇവൻ നമ്പർ എന്ന് പറയുമ്പോൾ എന്തായി, അതിൻ്റെ പ്രോബിലിറ്റി മാറും അല്ലേ, 1/6 അല്ല, ഇവിടെ എന്താ പറയുക
3/6 എന്നായി അല്ലേ, 3/6 എന്നായി. അപ്പോൾ 1/2 എന്നുള്ളതായി. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1/2 ആയി ഇവൻ നമ്പർ ആകുമ്പോൾ. അപ്പോൾ സിമ്പിളും പിന്നെ കോമ്പൗണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായി. സിംഗിൾ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ഇസ് നോൺ ആസ് എ സിമ്പിൾ ഇവൻറ്റ്. ഇനി ജോയിൻറ്റ് ഒക്കറൻസ് ഓഫ് 2 or more സിമ്പിൾ ഇവൻറ്റ് ഇസ് നോൺ ആസ് എ കോമ്പൗണ്ട് ഇവൻറ്റ്. അപ്പോൾ രണ്ട് രീതിയിൽ ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് 4 ഐറ്റംസാണ്, ടേംസാണ്. ഒന്ന് റാൻഡം എക്സ്പെരിമെൻറ്റ് അല്ലേ, ബിഫോർ വി ഡിസ്കസ് വാട്ട് ഈസ് പ്രോബബിലിറ്റി. ദെൻ സം ടേംസ് റിലേറ്റഡ് ടു പ്രോബബിലിറ്റി. അതിൽ ഫസ്റ്റ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് പറഞ്ഞു, ദെൻ സാമ്പിൾ പോയിൻ്റ് പറഞ്ഞു, സാമ്പിൾ സ്പേസ് പറഞ്ഞു, അതുപോലെ തന്നെ വാട്ട് ഈസ് ഇവൻറ്റ് എന്ന രീതിസും പറഞ്ഞു. ഇനി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ടേംസ് കൂടെ ഉണ്ട്. നമ്മളത് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഡേയിൽ നമ്മളത് പറയും. ഓക്കെ.